ഏതായാലും സോളാർ കേസ് പീപ്പിൾ ടിവി പുറത്തുകൊണ്ടുവന്ന സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന്റെ വിധി തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. കേരളത്തെ പിടിച്ചുകുലുക്കിയ സോളാർ തട്ടിപ്പ് കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ആദ്യ ശിക്ഷാവിധി വന്നിരിക്കുന്നു. കേസിൽ പ്രതികളായ ഉമ്മൻചാണ്ടിയും സംഘവും ഹർജിക്കാരനായ വ്യവസായി എം കെ കുരുവിളയ്ക്ക് നഷ്ടപരിഹാരമായി 2,10,00,000 നൽകണം എന്നതാണ് ഇന്ന് കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന വിധി. സോളാർ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിരവധിയായ കേസുകളിൽ ഒന്ന് മാത്രമാണ് ഇന്നത്തേത്. ഇനി അങ്ങോട്ട് മറ്റ് കേസുകൾ വളരെ ഗൗരവതരമായി പരിഗണിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിധി സുപ്രധാനമാകുന്നത്. ആദ്യ ശിക്ഷയാണ് വന്നിരിക്കുന്നത്. ഇത് പ്രകാരം 2,10,00,000 കോടതി ചെലവ് അടക്കം നൽകേണ്ടത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളും ചർച്ചകളുമാണ് ഇനിയുള്ള നിമിഷങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കിയ സോളാർ കേസിൽ ആദ്യ ശിക്ഷ വന്നിരിക്കുന്നു. ഉമ്മൻചാണ്ടി ഉൾപ്പെട്ട സംഘത്തിന് 2,10,00,000 അടയ്ക്കണം, ശിക്ഷയായി നൽകണം എന്നതാണ് കോടതി ഇന്നിപ്പോൾ വിധിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരു സെഷൻസ് കോടതിയുടേതാണ് വിധി. ഉമ്മൻചാണ്ടി അടക്കം 4 പേരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വ്യവസായിയായ എം കെ കുരുവിള നൽകിയ ഹർജിയിലാണ് കോടതി വിധി വന്നിരിക്കുന്നത്. 2015 മാർച്ച് 23-നായിരുന്നു ഹർജി ഫയൽ ചെയ്തത്. ഇത് സ്വാഭാവികമായും നേരത്തെ ടി സിദ്ദീഖ് അടക്കമുള്ളവർ പ്രതിരോധിക്കുന്ന പോലെ എക്സ്പാർട്ടി വിധി എന്ന് പറയുന്നെങ്കിലും 2 തവണ നോട്ടീസ് കൈപ്പറ്റുന്നത് അടക്കം ഈ കോടതി നടപടികളോട് റെസ്പോണ്ട് ചെയ്തിട്ടുമുണ്ട് ഉമ്മൻചാണ്ടി. ഏതായാലും ആ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. എം രാജീവിലേക്ക് പോവുകയാണ്. രാജീവ്, ഒരുപക്ഷെ സോളാർ തട്ടിപ്പ് കേസ് ഇതിന്റെ ഒരു അംശം മാത്രമാണ്. ബാക്കി നിരവധിയായ കേസുകളുണ്ട്. സരിതയുമായി ബന്ധപ്പെട്ട കേസുകൾ, ഒപ്പം തന്നെ മറ്റ് കേസുകൾ, രാജ്യത്തുടനീളം പടർന്നു കിടക്കുന്ന, ഡൽഹി അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലായി പടർന്നു കിടക്കുന്ന വലിയൊരു കേസ് തന്നെയാണ്. അതിന്റെ ഒരു ഭാഗമാണിത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? സൗമ്യ, വളരെ നിർണായകമായ വിധിയാണ് ബാംഗ്ലൂരു സെഷൻസ് കോടതിയിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. കാരണം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള 4 പേർ നഷ്ടപരിഹാരം കെട്ടിവെക്കണം എന്നാണ് ബംഗളൂരു സെഷൻസ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഉമ്മൻചാണ്ടിക്ക് വൻ തിരിച്ചടിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികൾ ഒന്നാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഒപ്പം തന്നെ ബന്ധുവായ ആൻഡ്രൂസ്, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബൽജിത്ത്, ബിനു നായർ എന്നിവർ എതിർകക്ഷികളായ കേസിലാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. ബംഗളൂരു വ്യവസായി എം കെ കുരുവിളയാണ് ഹർജി നൽകിയിരിക്കുന്നത്. ബംഗളൂരു ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഈ ശിക്ഷ പ്രകാരം 2,10,00,000 രൂപ ഉമ്മൻചാണ്ടി അടക്കമുള്ള 4 പേർ 2 മാസത്തിനുള്ളിൽ കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും. ഈ കേസിന് ആസ്പദമായ സംഭവം ഇനി ഞാൻ പറയാം. എറണാകുളം ആസ്ഥാനമായ സോസ എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ലിമിറ്റഡ്, ഒപ്പം തന്നെ സോസ മാനേജ്മെൻറ്റ് കൺസൾട്ടന്റ് ലിമിറ്റഡ്, സോസ കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ വഴി ദക്ഷിണ കൊറിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സോളാർ സാങ്കേതിക വിദ്യ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി, അതുപോലെ തന്നെ സബ്സിഡി എന്നിവ തരമാക്കി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എം കെ കുരുവിളയിൽ നിന്ന് ഈ 4-അംഗ സംഘം 1,35,000 രൂപ പലപ്പോഴായി വാങ്ങി എന്നാണ് കേസ്. ഈ കമ്പനികൾക്ക് വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫോണിലും നേരിട്ടും ഉറപ്പ് നൽകിയിരുന്നു. നേരിട്ട് എന്ന് പറഞ്ഞാൽ 2012 ഒക്ടോബർ 11 ക്ലിഫ് ഹൗസിൽ വെച്ചും ചർച്ച നടത്തിയിരുന്നു. അതിനു മുമ്പ് കേരള ഹൗസിൽ വെച്ചും ചർച്ച നടത്തിയിരുന്നു. 45 മിനിറ്റാണ് ക്ലിഫ് ഹൗസിലെ ചർച്ച നീണ്ടുനിന്നത്. ഇതിൽ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം ഇനി പറയുന്നവയാണ്. ഈ പദ്ധതി ആദ്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ചെറിയ പദ്ധതിയാണ് എന്നാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ചെറിയ തുകയിൽ ഒതുക്കിയത്. എന്നാൽ വലിയ പദ്ധതിയാണ് എന്ന് ബോധ്യം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 4,000 കോടി രൂപയുടെ പദ്ധതിയാണ് എന്ന് ബോധ്യം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടി എം കെ കുരുവിളയ്ക്ക് നൽകിയ വാഗ്ദാനം ഇനി പറയുന്നവയാണ്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട സബ്സിഡി അനുസരിച്ച് 40% സബ്സിഡി കിട്ടും. അതായത് 4,000 കോടിയുടെ 40% എന്ന് പറഞ്ഞാൽ 1,600 കോടി. ഇത് സബ്സിഡിയായി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ കമ്പനികളുടെ ഒരു കൺസോർഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. ഈ കൺസോർഷ്യം ഈ പണം ചിലവിടുമ്പോൾ 1,000 കോടി രൂപ, അതായത് മൊത്തം പ്രൊജക്റ്റിൻ്റെ 25% കമ്മീഷനായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു എന്നാണ് പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ 1,000 കോടി രൂപ, അപ്പോൾ 1,600 കോടി രൂപ സബ്സിഡി ലഭിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ 1,000 കോടി രൂപ ഉമ്മൻചാണ്ടിക്ക് നൽകണം എന്നായിരുന്നു ഈ ഡീല്. പക്ഷേ ഉമ്മൻചാണ്ടി ആദ്യഘട്ടത്തിൽ വാശി പിടിച്ചത് 1,000 കോടി രൂപ റൊക്കമായി തന്നെ ഒരു അക്കൗണ്ട് തരാം, ഈ കൺസോർഷ്യത്തെ കുറിച്ച് കൊണ്ട് നിക്ഷേപിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് നടക്കില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇത് നടക്കാതെ പോവുകയും ഈ നടക്കാതെ പോയ പശ്ചാത്തലത്തിൽ തൻ്റെ പൈസ തിരിച്ചു വേണമെന്ന് എം കെ കുരുവിള ആവശ്യപ്പെടുകയും അത് നൽകില്ല എന്ന നിലപാടിൽ ഉമ്മൻചാണ്ടിയും കൂട്ടരും എത്തിപ്പെടുകയും ചെയ്ത് 1,35,000 രൂപയാണ് ഉമ്മൻചാണ്ടിയും കൂട്ടരും വാങ്ങിയത് എന്നാണ് കുരുവിള ആരോപിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ സെഷൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അധോലോക നേതാവായ രവി പൂജാരിയുടെ ഭീഷണി ലഭിക്കുന്നുണ്ട്.
ഞാൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി എന്ന് പറഞ്ഞ ഒരു ഇടനിലക്കാരൻ രവി പൂജാരിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് രവി പൂജാരി തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പിന് ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടി ഞാൻ ഈ പശ്ചാത്തലത്തിൽ പറഞ്ഞു വെക്കുന്നേ എന്നുള്ളൂ. പക്ഷേ ഒരു കാര്യം എന്തായാലും ഈ കേസിൻ്റെ ഒരു നടപടിക്രമം ഹൈക്കോടതിയിൽ ക്രിമിനൽ കേസ് ഇത് കുറ്റപത്രം ഉടൻ സമർപ്പിക്കപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ അതിൽ ഉമ്മൻചാണ്ടി പ്രതിയാകാനും സാധ്യതയുണ്ട്. ഇപ്പോഴുണ്ടായിട്ടുള്ളത് ഉമ്മൻചാണ്ടിക്ക് 2 തവണ നോട്ടീസ് അയച്ചു. ആ 2 തവണയും നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റി. എന്നാൽ ഹാജരാകാൻ തയ്യാറായില്ല. അത് എക്സ്പാർട്ടി സെറ്റൈസൈഡ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ഒരു അഫിഡവിറ്റ് കൊടുത്തു, ഒരു ഇടപെടൽ നടത്തി എന്നല്ലാതെ അത് കഴിഞ്ഞ് അദ്ദേഹം ഈ കേസ് സെറ്റൈസൈഡ് എക്സ്പാർട്ടി വിധിക്ക് വിട്ടുകൊടുക്കുന്ന വിധത്തിൽ ഈ കേസിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് എക്സ്പാർട്ടി ആയതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കേട്ടില്ല എന്നാണ്. ഉമ്മൻചാണ്ടിയെ കേൾക്കാൻ നിരവധി അവസരങ്ങൾ നൽകിയിട്ടും അത് കേൾക്കാതിരിക്കാൻ ഉള്ള ഒരു സൂക്ഷ്മത അദ്ദേഹം പുലർത്തി എങ്കിൽ ഈ കേസിൽ കണ്ടസ്റ്റ് ചെയ്താൽ താൻ തോൽക്കുമെന്ന ഒരു ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം. കണ്ടസ്റ്റ് ചെയ്ത് തോൽക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു ചെറിയ ന്യായം പോലും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും എന്നുള്ള ഒരു സാഹചര്യം അത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഉമ്മൻചാണ്ടിയും കൂട്ടരും 4 പേരടങ്ങുന്ന സംഘം 1,35,000 രൂപ MK കുരുവിളയിൽ നിന്ന് പറ്റിച്ചു. ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അതും പലിശയും ഒപ്പം തന്നെ കോർട്ട് ഫീസും കോർട്ട് ഡെപ്പോസിറ്റും അടക്കം 2,10,000-ഓളം 2,10,00,000-ഓളം രൂപ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ കോടതി ഉത്തരവിട്ടു. രാജുവിലേക്ക് എത്താം. ഇപ്പോൾ ശ്രീ ആന്റണി രാജു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ആന്റണി രാജു, ഇവിടെ ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നത് സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്ന നിരവധിയായ കാര്യങ്ങൾ, പിന്നീട് ചർച്ച ചെയ്യപ്പെട്ട നിരവധിയായ കാര്യങ്ങൾ, ഇതിന്റെ എല്ലാം തുടർച്ചയെന്നോണം പല കേസുകളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഈ ഒരു കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെയാണ് ഇതിനൊരു ഗൗരവതരമായ വിഷയങ്ങൾ മനസ്സിലാകുന്നത്. കാരണം MK കുരുവിള നൽകിയിട്ടുള്ള ഈ ഒരു കേസിൽ ഇന്നിപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് 2,10,00,000 രൂപ നൽകാനാണ്. അതിനും അപ്പുറത്തേക്ക് വലിയൊരു തട്ടിപ്പിന് പിന്നിൽ നടന്നത് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സാധ്യത വലിയൊരു തുറന്ന സാധ്യതയാണെന്ന് ഉമ്മൻചാണ്ടി കണ്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് 1,000 കോടി ഡയറക്റ്റായി തന്നെ നൽകണം എന്നൊക്കെ ആയിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഇത് അടക്കമുള്ള കാര്യങ്ങളാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. കോടതി വിധി ഇന്ന് വരുമ്പോഴും എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്, ശ്രീ ആന്റണി രാജു? യെസ്, ആന്റണി രാജുവിലേക്ക് വരാം. ശ്രീ PS സലീം നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ PS സലീം, താങ്കൾ വാർത്ത കണ്ടു കാണുമെന്ന് കരുതുന്നു. എങ്ങനെയാണ് ആദ്യം തന്നെ ഈ കോടതി വിധിയിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല സ്വാമി, ഇപ്പം പീപ്പിൾ TV ഇത് സംപ്രേഷണം ചെയ്യുന്നത് ഒരു ക്രിമിനൽ കോടതിയുടെ ഒരു അന്തിമമായ വിധി തീർപ്പ് പോലുള്ള രീതിയിലാണ് ഒരു വലിയ പ്രചരണം കൊടുക്കുന്നത്. ഈ കേസുമായി നമുക്ക് ബന്ധപ്പെട്ട് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം, ബാംഗ്ലൂരിലെ ഒരു സിവിൽ കോടതിയിൽ ശ്രീ MK കുരുവിള നൽകിയ ഒരു ഹർജിയിൽ എതിർഭാഗത്തിന്റെ വാദം കേൾക്കാതെ ഒരു പ്രാഥമികമായ വിധി ഉണ്ടായതായിട്ടുള്ള സൂചന മാത്രമാണ് ലഭിക്കുന്നത്. ഒരു സിവിൽ കേസിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ 4 പേർക്കെതിരായി ഒരു നിശ്ചിത തുക കെട്ടിവെക്കണം എന്ന രൂപത്തിൽ ഒരു വിധി വന്നിരിക്കുന്നു. എനിക്ക് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതൊരു കണ്ടസ്റ്റഡ് കേസ് അല്ല. ഇവിടെ ഉമ്മൻചാണ്ടി ഒരു അഭിഭാഷകനെ വെച്ച് ഈ കേസ് വാദിക്കുകയോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ശരി ശരി ശ്രീ PS സലീം, അത് തന്നെയാണ് താങ്കൾക്ക് മുമ്പേ സംസാരിച്ച കോൺഗ്രസ് നേതാവ് ശ്രീ T സിദ്ദിഖും ആവർത്തിച്ചത്. ഞാനിവിടെ സൂചിപ്പിക്കുക, ഞാൻ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് ഈ വിധത്തിൽ വാദിക്കാതെ പോയതിന് കാരണം എന്താണെന്നൊരു സുപ്രധാനമായ വിഷയമാണ്. കാരണം ഈ ശ്രീ PS സലീം കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ കേൾക്കുന്നുണ്ടോ? അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കേസ് സത്യവാങ്മൂലം സമർപ്പിക്കണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ഏതൊരാൾക്കും, അങ്ങനെയാണല്ലോ. അതിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി ബാംഗ്ലൂർ സെഷൻസ് കോടതിയിൽ പോയി ജാമ്യമെടുത്തു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത് ശരിക്കും ഇതൊരു സിവിൽ കേസാണ്, ഒരു ക്രിമിനൽ കേസ്? ജാമ്യം എടുത്തു എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഈ എക്സ്പാർട്ടി സെറ്റിസൈഡ് ചെയ്യാൻ വേണ്ടി സിവിൽ കോടതിയിൽ പോയി. എക്സ്പാർട്ടി എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ക്രിമിനൽ കേസ്, ഇറ്റ് ഈസ് പ്യൂർലി എ സിവിൽ കേസ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ നോട്ടീസ് കൈപ്പറ്റുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് സത്യവാങ്മൂലം നൽകാൻ വേണ്ടി ഈ കേസിൽ ഉമ്മൻചാണ്ടി ഇടപെടുകയും ചെയ്തു.
അല്ല ഇടപെട്ടു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടി സത്യവാങ്മൂലത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെന്നുള്ളത് മാധ്യമങ്ങൾക്കോ നമ്മുടെ മുമ്പിലൊന്നും യാതൊരുവിധ സൂചനകളും അത് തെളിവുണ്ട്. ശ്രീ പി എസ് സലീം, പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ സത്യവാങ്മൂലം പരിശോധിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും, തെളിവുണ്ട്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇങ്ങനെ ഒരു കേസിന്റെ വിധി ഇന്ന് വരുമ്പോൾ, ഈ വിധി വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കേസ് ബാംഗ്ലൂർ സെഷൻസ് കോടതി അല്ലെങ്കിൽ ബാംഗ്ലൂർ നിങ്ങൾ സൂചിപ്പിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് നിലവിലിരിക്കുന്നതായി ഒരു വാർത്ത കേരളത്തിലെ ഒരു മാധ്യമങ്ങളിലും വന്നിട്ടില്ല. സ്വാഭാവികമായും ഉമ്മൻചാണ്ടിക്കെതിരായ ഒരു കേസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു വിചാരണയോ അതിന്റെ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് മാധ്യമ ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരുപാട് എലിമെന്റ്സ് അതിനുള്ളതാണ്. ശ്രീ പി എസ് സലീം, ഞാൻ ചോദിക്കുന്നത് മാധ്യമങ്ങൾ നോക്കിയാണോ ഒരു രാഷ്ട്രീയ നേതാവ്? നിങ്ങളത് ഞാൻ പറയുന്ന വാക്കുകൾക്ക് ആ രീതിയിൽ കാണണ്ട. ഞാൻ മാധ്യമങ്ങൾ നോക്കണമോ അല്ല എന്നുള്ളതല്ല പറഞ്ഞത്. ഇങ്ങനെ ഒരു കേസ് നിലവിലൊരു കേസില് ഒരു സീരിയസ് ആയി ഇത്തരം ഒരു കേസിൽ ഒരു കണ്ടസ്റ്റ് ഉണ്ടായിരുന്നു എങ്കിൽ, അത് സംബന്ധിച്ച് ശ്രദ്ധ ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സത്യവാങ്മൂലം നൽകാൻ ഉമ്മൻചാണ്ടിക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നു. അതിനുശേഷം എങ്ങനെയാണ് ഈ ശ്രദ്ധ പോകുന്നത്? ഞാനൊരു കാര്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കട്ടെ. ഈ കേസ് കണ്ടസ്റ്റ് ചെയ്ത് തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ന്യായം പോലും പറയാൻ പറ്റില്ല, മേൽക്കോടതിയെ സമീപിക്കുന്നു മാത്രമേ പറയാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള കുശാഗ്ര ബുദ്ധിശാലിയുള്ള രാഷ്ട്രീയക്കാരൻ തോൽക്കാൻ പോകുന്ന ഒരു കേസ് കണ്ടസ്റ്റ് ചെയ്യാതെ തോറ്റോട്ടെ എന്ന് വിചാരിക്കില്ലേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അല്ല, ഞാൻ സോളാർ കേസിന്റെ നാളുകളിൽ ശ്രീ എം കെ കുരുവിളക്കെതിരായി കേരളത്തിലെ കോടതികളിൽ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് എം കെ കുരുവിള ഡൽഹി കേരള ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടു എന്ന് പറഞ്ഞുള്ള ചില പ്രസ്താവനയും കാര്യമുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത്, ഒരു ബാംഗ്ലൂരിൽ ഇങ്ങനൊരു കേസ് നിലവിൽ വരാൻ കഴിയുന്ന രൂപത്തിൽ, ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്ന രൂപത്തിൽ എങ്ങനെ ഒരു ജുറിസ്ഡിക്ഷൻ അവിടെ എറൈസ് ചെയ്യും എന്നുള്ളത് ഇതൊക്കെ സ്വാഭാവികമായി ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിക്കുന്ന ഇതൊക്കെ കോടതികൾ പറയേണ്ട, കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെന്നറിയാം. എങ്കിൽ പോലും സ്വാഭാവികമായി ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഈ കേസിൽ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉള്ള എന്നതുകൊണ്ട് ഞാനത് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആരുടെയും മുമ്പിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിങ്ങനൊരു വിധിന്യായം ഉണ്ടായി എന്നുള്ള വിവരം ഈ കേസിലെ പരാതിക്കാരൻ മാധ്യമങ്ങളെ അറിയിച്ചത് മുതലാണ് ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചർച്ചകളുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിഷയവുമല്ലല്ലോ ശ്രീ സലീം, അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിഷയമല്ലല്ലോ. ഉമ്മൻചാണ്ടി ഈ കേസിനെ കുറിച്ച് അറിഞ്ഞിരുന്നു, മറ്റു പല സന്ദർഭങ്ങളിലും ഈ കേസിൽ ഇടപെട്ടിരുന്നു. അതാണ് ഈ നേരത്തെ ഈ അഫിഡവിറ്റ് വന്നപ്പോൾ അടക്കമുള്ള എക്സ്പെർട്ടീസ് സാറ്റിസ്ഫൈഡ് ചെയ്യണം എന്നുള്ള കാര്യം അടക്കം. അല്ല, ഞാൻ മറ്റൊരു മാധ്യമത്തിൽ കണ്ടത് ഈ കേസിൽ ഈ എതിർ കക്ഷികളുടെ വാദം ഈ കേസിൽ ഉണ്ടായിട്ടില്ല, വിധി ഏകപക്ഷീയമാണ് എന്ന്. എക്സ്പെർട്ട് വിധിയാണ്. അതെങ്ങനെ അങ്ങനെ സംഭവിച്ചു ശ്രീ സലീം? അതെങ്ങനെ അങ്ങനെ സംഭവിച്ചു? 2 തവണ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്. അത് സൗമ്യത്തിൽ ഒരു അമിതമായി ഒരു ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. അല്ല ശ്രീ സലീം, സ്വാഭാവികമായ ഒരു സംശയം തോന്നില്ലേ? ഉമ്മൻചാണ്ടിയെ പോലെ ഒരു വ്യക്തി നിരവധിയായ കേസുകളിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ദിനം പ്രതി ഇടപെടേണ്ടതുണ്ടാകും. ഇത് അദ്ദേഹം അറിയാതെ പോയൊരു വിഷയമാണെങ്കിൽ ശരി, നമുക്കത് സമ്മതിക്കാം. പക്ഷേ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്, നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്, ഈ എക്സ്പെർട്ടീസ് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊന്നും ഉണ്ടായിട്ടുള്ള ആ ഒരു ശുഷ്കാന്തി പിന്നീട് എന്തുകൊണ്ട് കേസ് നടത്താനുള്ള ഇതിലൂടെ ഉണ്ടായില്ല? അത് മനഃപൂർവ്വം എക്സ്പെർട്ടി ഒരു വിധി ആക്കി മാറ്റിയതല്ലേ? ആ വിധത്തിൽ കൂടി ഒരു സംശയം ഉയരില്ലേ? സൗമ്യ, ഒരു കാര്യം ഇപ്പൊ എനിക്കും സൗമ്യക്കും നമ്മുടെ സാമാന്യ ബുദ്ധിക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് ഒന്നെങ്കിൽ ഒരു എക്സ്പെർട്ടി ജഡ്ജ്മെന്റ് ആണ്, അതല്ലെങ്കിൽ ഇതൊരു ഏകപക്ഷീയമായ വിധിയാണ്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവുണ്ടാണ്. ഒരു ദിവസത്തേക്ക് നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയും, പക്ഷെ ഈ വിധി ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. അത് സ്വാഭാവികം, ശരിയാണ്. നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഇതൊരു അപ്പീൽ കേസ് ഒന്നുമല്ല. പക്ഷേ അങ്ങനെയെങ്കിൽ കേസ് ഫേസ് ചെയ്യണ്ടായിരുന്നോ? ഫേസ് ചെയ്ത് ഞാൻ നേരത്തെ മാധ്യമങ്ങൾ എന്ന് സൂചിപ്പിച്ചു തന്നെ, ഇതൊരു കണ്ടസ്റ്റഡ് കേസ് ആയിരുന്നെങ്കിൽ ഇതൊരു മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ ഈ കേസിൽ ഉണ്ടാവുമായിരുന്നു, ഒരു മാധ്യമ ചർച്ച ഇതിനു മുമ്പ് ഉണ്ടാകുമായിരുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങള് ഇത്തരം ഒരുപാട് ആരോപണങ്ങൾ അതിജീവിച്ച് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇതുപോലെ എം കെ കുരുളയെ പോലെ കേരളത്തിൽ
ഒരു ക്രിമിനൽ ജയിലിൽ കിടന്ന ഒരാളാണ്, സാമ്പത്തികമായി തട്ടിപ്പിന് ജയിലിൽ കിടന്ന ഒരാള് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിനെതിരായി ഒരു FIR സമർപ്പിക്കപ്പെട്ട എന്ന നിലയിൽ സ്വാഭാവികമായും അദ്ദേഹം രാഷ്ട്രീയ പ്രേരിതമായോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയോ നൽകിയ ഒരു കേസ് എന്ന നിലയിൽ ഒരു സിവിൽ കേസിൽ ഒരു ജഡ്ജ്മെന്റ് വരണമെങ്കിൽ സ്വാഭാവികമായും അതിന് ഉപോത്ബലകമായി സപ്പോർട്ടിംഗ് ആയി നിരവധി ഡോക്യുമെന്ററി ഞാൻ താങ്കളിലേക്ക് ചെയ്യാം. ശ്രീ PC തോമസ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ PC തോമസ്, ഈ പറയുന്ന ഒരു ന്യായീകരണം അത് എങ്ങനെയാണ് അംഗീകരിക്കാനാവുക? ശ്രീ സലിം മാത്രമല്ല, നേരത്തെ സംസാരിച്ച T സിദ്ദിഖ് അടക്കമുള്ളവർ പറഞ്ഞത് ആ ഒരു വിഷയമാണ്. ഇത് എക്സ് പാർട്ടി വിധിയല്ലേ, ആ വിധത്തിൽ ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ടുണ്ടായ വിധിയല്ലേ എന്നൊക്കെയാണ്. പക്ഷെ അതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. കോടതിയുടെ ഒരു വിധി വന്നാൽ വിധിയാണ്. അതിനകത്ത് എക്സ് പാർട്ടി ആണോ അല്ലയോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. അപ്പൊ അതിനകത്ത് കോൺഗ്രസ് പാർട്ടി വളരെ വലിയ പ്രതിക്കൂട്ടിലാണ്, വളരെ വലിയ ആഘാതത്തിലാണ്. കാരണം ഇങ്ങനെ ഒരു കേസിനകത്ത് ഒരു വിധി വന്നു എന്ന് പറയുമ്പോൾ അത് എക്സ് പാർട്ടി ആണോ അല്ലയോ എന്നുള്ളത് നിയമത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നമേ അല്ല. നിയമത്തിന്റെ മുമ്പിൽ വിധിയാണ്, ഒരു കോടതി വിധിയാണ്. ആ കോടതി വിധി വന്നപ്പോൾ ആ കോടതി വിധി വന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്ത് എക്സ് പാർട്ടി ആണെങ്കിലും അല്ലെങ്കിലും പിന്നെ ഇതിനകത്ത് ഇപ്പൊ എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. പക്ഷേ ഇപ്പൊ കേട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കൽ എക്സ് പാർട്ടി മാറ്റി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം പ്രതികളുടെ ആരോ അല്ലെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി തന്നെ അവിടെ വക്കീലിനെ വെച്ച് എനിക്കെതിരായിട്ട് ഉള്ള എക്സ് പാർട്ടി മാറ്റിത്തരണം എന്ന അപേക്ഷ കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് എക്സ് പാർട്ടി മാറ്റിയിട്ടുണ്ട്. പക്ഷെ വീണ്ടും എക്സ് പാർട്ടിയായിട്ട് വിധിയായെങ്കിൽ വക്കീലിനെ വെച്ചിട്ടും പിന്നെ കേസ് നടത്താതിരുന്നു എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. വരും പരാതികളോ അതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളോ മെറിറ്റിലേക്കോ ഒന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കോടതി വിധി വന്ന സ്ഥിതിക്ക് ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ആഘാതം വന്നിരിക്കുന്ന ഒരു സാഹചര്യം വളരെ വ്യക്തമായിട്ട് കാണുകയാണ്. വാസ്തവത്തില് ഇതിനെതിരായിട്ട് അപ്പീൽ പോവുകയോ അല്ലെങ്കിൽ എക്സ് പാർട്ടി മാറ്റിയെടുക്കുകയോ ചെയ്യുന്നിടം വരെ വിധിയല്ലേ, അത് വിധിയോട് കിടക്കല്ലേ. ആ വിധിക്ക് വാസ്തവത്തിൽ ഒരു കോടതിയുടെ വിധി വന്നു എന്ന് പറയുമ്പോൾ വരുന്ന ആഘാതം എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും വലിയ തലവേദനയായിരിക്കും. നാളെ എക്സ് പാർട്ടി സെറ്റ് ചെയ്തില്ലെങ്കിലോ. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ആന്റണി രാജു, ഒപ്പം തന്നെ ശ്രീ PC തോമസ് ദയവായി തുടരുക. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് എത്താം, ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം വരാം. ഏതായാലും വലിയ ഒരു വിധി തന്നെയാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട നിരവധിയായ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊരു കേസിലാണ് ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നത്. സ്വാഭാവികം അതിന്റെ ഒരു വിഷയങ്ങളിലേക്ക് തന്നെയാണ് ചർച്ച കടക്കുന്നത്. ഇനിയും പിബിൾ TV പുറത്തുകൊണ്ടുവന്ന സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഇന്നിപ്പോൾ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബുലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, കേസിനെ ആദ്യം മുതൽക്കേ തന്നെ കൈകാര്യം ചെയ്ത അതേ ഒരു ശൈലിയിൽ തന്നെയാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്ത് കണ്ടതും. പക്ഷേ എത്രത്തോളം ഗൗരവതരാണ്, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ബാംഗ്ലൂർ സെഷൻസ് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി പറയുന്നു. കോടതി വിധികൾ അന്തിമമല്ല, സ്വാഭാവികമായും മേൽക്കോടതി അടക്കമുള്ള വിഷയങ്ങൾ അവിടെയുണ്ട്. ഈ എക്സ് പാർട്ടി വിധി എന്ന രീതിയിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുവെങ്കിലും ഇവിടെ ഒരു ഭാഗത്തെ മാത്രം അല്ലെങ്കിൽ മറുഭാഗത്തെ കേട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ആ പരാതിയിൽ കഴമ്പുണ്ട് എന്നത്. അതുതന്നെയല്ലേ ഈ കേസിനെ ബന്ധപ്പെടുത്തോളം ഇപ്പോൾ പലരും പറയുന്ന ന്യായീകരണങ്ങൾക്ക് അപ്പുറത്തേക്ക് സുപ്രധാനമായുള്ളത്? അല്ല, അതിനകത്ത് ഈ എക്സ് പാർട്ടി ആയിട്ട് വിധിച്ചിരിക്കുന്നു, വിശദാംശങ്ങൾ നമുക്കറിയില്ലെങ്കിലും അങ്ങനെയാണൊരു വാദമുഖം അല്ലെങ്കിൽ പ്രതിരോധം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ എക്സ് പാർട്ടി ആയിട്ടുള്ള വിധിക്ക് ഒരു പൂർണ്ണ വിധിയുടെ സാങ്ക്ടിറ്റിയോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് അതിൻ്റെ ഒരു ഗൗരവമോ ഇല്ല എന്നെങ്ങനെയാണ് ഒരു വക്കീൽ കൂടിയായ സലീം പറയുന്നത്? എക്സ് പാർട്ടി എന്ന വിധി എന്ന് പറഞ്ഞാൽ ആരോപിതരായിരിക്കുന്നോ അവർ ഹാജരായില്ല എന്നാണ് അർത്ഥം. അവർ ഹാജരാകുന്നില്ല എന്നതുകൊണ്ട് അവർ തെറ്റുകാരല്ല എന്നോ അല്ലെങ്കിൽ ആ വിധി അതിന് സാങ്ക്ടിറ്റി ഇല്ല എന്നോ ഒരർത്ഥവുമില്ല. അത് മാത്രമല്ല, ഇനി എക്സ് പാർട്ടി അല്ലാത്ത വിധിയാണെങ്കിലും അങ്ങനെയുള്ള വിധിയാണെങ്കിലും അത് വേണമെങ്കിൽ അടുത്ത കോടതിയിലേക്ക് ചോദ്യം ചെയ്യാവുന്ന തരത്തിൽ അതിന് ഉപരികോടതിയിലേക്ക് പോകാവുന്നതുമാണ്. ഏതായാലും ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഈ കേസുമായി ബന്ധിപ്പിച്ച സ്റ്റാറ്റസ് എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം കുറ്റാരോപിതൻ എന്നല്ല പറയേണ്ടത്, കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ടയാൾ എന്നാണ് ആ വ്യത്യാസം. ആ വ്യത്യാസം അങ്ങനെ വരുമ്പോൾ ഇത് ഒരു ഗൗരവതരമായ പ്രശ്നമായി മാറുന്നത്
കേരളത്തിലും സമാന സ്വഭാവത്തോടു കൂടിയ കേസുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. ഈ ബാംഗ്ലൂർ മാത്രം ഒരു കുരുവിളയുമായി ബന്ധിപ്പിച്ച് 2 കോടി രൂപയുടെ ഒരു കേസുണ്ടായിരിക്കുന്നു എന്നത് ഗൗരവതരമായൊരു പ്രശ്നമാകില്ല. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അത് ഗൗരവതരമായൊരു പ്രശ്നമായിരുന്നു മാറില്ല. മറിച്ച് ആ കാലയളവിൽ തന്നെ അതിനുശേഷം ശരിക്കും ഈ കുരുവിള പോയതിന് ശേഷം സരിതാ എസ് നായർ രംഗത്ത് വരികയും സമാന സ്വഭാവത്തോടു കൂടിയ അസംഖ്യം ഡീലുകൾ ഉമ്മൻചാണ്ടി നടത്തുകയും ചെയ്തിരിക്കുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആളുകൾ, ശ്രീധരൻ നായരെ പോലുള്ള ആളുകൾ, ഉമ്മൻചാണ്ടിയുടെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ, അറിയപ്പെടുന്ന ആളുകൾ, ഉമ്മൻചാണ്ടിക്ക് അറിയുന്ന ആളുകൾ, അത്തരം ആളുകൾ പോലും അദ്ദേഹത്തിനെതിരെ ഈ വാദമുകൾ ഉന്നയിക്കുകയും കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരം കേസുകളൊക്കെ താൻ അധികാരത്തിലിരുന്നു കൊണ്ട് പോലീസിനെ സ്വാധീനിച്ച് ഇല്ലാതാക്കി ഉമ്മൻചാണ്ടി എന്ന ആക്ഷേപത്തിന് പ്രാബല്യം ലഭിക്കുകയാണ് കോൺഗ്രസ്സുകാരെ ഈ ഒരു വിധിയിലൂടെ. അല്ലാതെ ബാംഗ്ലൂർ കോടതിയിൽ ഒരു വിധി വരുന്നു എന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയൊരു നേതാവ്, കേരളത്തിലെ കോൺഗ്രസിൻ്റെയും അതേമാതിരി തന്നെ മറ്റ് വലിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള വലിയൊരു നേതാവിനെ സംബന്ധിച്ച് ഗൗരവതരമായൊരു കാര്യമൊന്നുമല്ല. എന്നാൽ അത് കേരളത്തിലെ സമാന സംഭവങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ ഇത് തന്നെയാണ് ഈ കക്ഷി ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്നും ആ ചെയ്തികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പോലീസിനെ കൂട്ടുപിടിച്ചിരുന്നു എന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പല കേസുകളുമുണ്ടല്ലോ, പല കേസുകളിലും പോലീസുകാരെ സ്വാധീനിക്കുകയായിരുന്നു ഈ വിരുദ്ധന്മാർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയെന്നും ഒക്കെ വ്യക്തമാക്കപ്പെടുന്നു. അതാണ് പ്രധാനം എന്നെ സംബന്ധിച്ച്. ഞാൻ തിരികെ എത്താം. ശ്രീ പി എസ് സലീം, അവിടെയാണ് സുപ്രധാനമായ വിഷയം. ഇവിടെ താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയല്ലേ, താങ്കൾ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം ഇതിനോട് പ്രതികരിച്ചത് ഇതെന്തുകൊണ്ട് മാധ്യമങ്ങളൊന്നും അറിഞ്ഞില്ല, ഇങ്ങനെ ബാംഗ്ലൂർ നടന്ന ഒരു കേസ്, ഇവിടെ ഉമ്മൻചാണ്ടി കേസ് ബാക്കി മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും പോയില്ലല്ലോ, എക്സ്പാർട്ടി വിധിയാണല്ലോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇതൊരു കോടതി വിധിയാണ്. ഇതിന് മറിച്ചൊരു പക്ഷേ ഒരു വിധി ഉണ്ടാകാം, ഈ വിധി ഒന്നുമില്ലാതാകാം. പക്ഷേ ഇവിടെ കോടതി കണ്ടെത്തിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കേസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇങ്ങനെ ഒരു വിഷയമാണ്. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അത് തള്ളിക്കളയാനാകുമോ? ആ ഒരു വിഷയം തള്ളിക്കളയാനാകുമോ? ശ്രീ സലീം. സുരേന്ദ്ര ബാബു ഈ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നാളുകളിൽ ഈ വളരെ തീക്ഷ്ണമായി സൗഹാർദ്ദ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഉമ്മൻചാണ്ടിയെ വിചാരണ ചെയ്യാനും ആക്ഷേപിക്കാനും വേട്ടയാടാനും നടത്തിയ ഒരു സംഘത്തിന്റെ ഏറ്റവും നല്ല ഒരു കുന്തമണിയായിരുന്നു. നമ്മുടെ പീപ്പിൾ ടി വി ഉൾപ്പെടെയുള്ള ചാനലുകളിൽ അദ്ദേഹം വളരെ തീക്ഷണമായി ഈ അതിന്റെ ഒരു ലോജിക്കൽ അല്ലെങ്കിൽ അതിന്റെ ലീഗൽ ബാക്കിങ്ങിന് അപ്പുറത്ത് ഒരു വളരെ 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 ആസൂത്രിതമായി ആക്രമിച്ചുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. നേരത്തെ ശ്രീ പി സി തോമസ്, അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്, അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരു ഈ എക്സ്പാർട്ടി വിധി ആണെങ്കിൽ പോലും അതൊരു കോടതി വിധി എന്നുള്ളത് ഞാൻ ടെക്നിക്കലായി ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നത്. എക്സ്പാർട്ടി ജഡ്ജ്മെന്റ് ആണെങ്കിലും അത് ഇറ്റ്സ് എ കോർട്ട് ജഡ്ജ്മെന്റ്, ഒരു സംശയവുമില്ല. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഇത് സോളാർ കേസുമായി ഇതിന്റെ ലിങ്ക് എന്താണ് എന്നാരും പറയുന്നില്ല. 2, ഈ വിധിയിൽ ഉമ്മൻചാണ്ടിയുടെ റോൾ എന്താണ് എന്ന് ഈ സംബന്ധിച്ചുള്ള ഒരു പരാമർശം നമുക്ക് ഈ ബാംഗ്ലൂർ കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട ഒരു സൂചനയും നമ്മുടെ മുമ്പിൽ ലഭ്യമല്ല. ഇങ്ങനെ ഈ MK കുരുള എന്നൊരാൾ ഹർജി കൊടുത്തു. ഇപ്പം സ്വാമി തന്നെ പറയുന്നു എക്സ്പാർട്ടി സെറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഉമ്മൻചാണ്ടി അഭിഭാഷകൻ നൽകിയിരുന്നു എന്ന് പറയുന്നു. അതിന്റെ ഒന്നും ഡീറ്റെയിൽസ് നമ്മുടെ മുമ്പിലില്ല. ഒരു ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ചർച്ച ആധികാരികമാകണമെങ്കിൽ, ഇത് പൂർണ്ണമാകണമെങ്കിൽ ആ കോടതി വിധിയുടെ വിശദാംശങ്ങൾ ഇത് നമ്മുടെ മുമ്പിൽ കിട്ടിയ സൂചന ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഈ കേസിലെ 4 എതിർ കക്ഷികൾ ഒരു നിശ്ചിത തുക 2 മാസത്തിൽ കെട്ടിവെക്കണം എന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതെന്തിനു വേണ്ടിയാണ് അവിടെയൊക്കെ അല്ലേ സുപ്രധാനമായ കാര്യങ്ങളുള്ളത്. ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല കേസുകളും വരാറുണ്ട്. അവിടെയൊന്നും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എത്ര നാളുകൾക്ക് ശേഷമാണ് കൃത്യമായി. ഒരു മിനിറ്റേക്ക് എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു എക്സ്പാർട്ടി ജഡ്ജ്മെന്റ് ആണെങ്കിൽ ഈ ഒരു എന്താ പറഞ്ഞ ഒരു ബീയിങ് ഹെൽഡ് എന്നുള്ള ഒരു പൊസിഷൻ ഈ കേസിലെ എതിർ കക്ഷി അത് വേണ്ടെന്ന് തീരുമാനിച്ചത് ആരാണ്? ശ്രീ സലീം, അത് വേണ്ടെന്ന് തീരുമാനിച്ചത് ആരാണ്? അവിടെയാണ് സുപ്രധാനമായ വിഷയം ഇരിക്കുന്നത്. ശ്രീ പി സി തോമസ്, ഇവിടെ ആവർത്തിച്ച് ശ്രീ പി എസ് സലീം പറയുന്നുണ്ട് എക്സ്പാർട്ടി ഇതാണ് എന്നുള്ള കാര്യം. അവിടെ 2 തവണ നോട്ടീസ് അയച്ചിരുന്നു. ആ 2 തവണയും നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി.
തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജാമ്യം ഈ എക്സ്പാർട്ടി സെറ്റസൈഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം കോടതിയെ സമീപിച്ചിരുന്നു. ഈ സമയത്തൊക്കെ കേസിനെ കുറിച്ച് നല്ല അവെയറാണ്. അങ്ങനെയുള്ള ഒരാൾ ആ കേസിൽ തന്റെ ഭാഗം അവിടെ വേണ്ട എന്ന് തീരുമാനിച്ചത് അത് അദ്ദേഹം തന്നെയാണ്. ശ്രീ പി സി തോമസ്. അല്ല, ഞാൻ അതിന്റെ നിയമവശം പറഞ്ഞു. അതായത് ഒരു എക്സ്പാർട്ടി വിധിയോ അല്ലെങ്കിൽ ഒരു 4 കൊല്ലോ 5 കൊല്ലോ എടുത്ത് വിസ്താരം നടത്തിയ കേസിന്റെ വിധിയോ തമ്മിൽ വ്യത്യാസമില്ല. വിധി നടത്താനായിട്ട് വിധി വാങ്ങിയ ആൾക്ക് അവകാശവുമുണ്ട്. ഇനിയിപ്പോ എക്സ്പാർട്ടി വിധി അടുത്ത് സെറ്റസൈഡ് ചെയ്യും എന്നെന്താ ഉറപ്പ്? അതും ഒരു പ്രശ്നമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നമാകാൻ പോകുന്നത് ഒരിക്കൽ എക്സ്പാർട്ടി മാറ്റിക്കൊടുത്തതിന് ശേഷം അഡ്വക്കേറ്റ് ഹാജരാകുന്നുണ്ടല്ലോ, ഒരു അഭിഭാഷകൻ ഉണ്ടല്ലോ. ആ അഭിഭാഷകൻ ഉള്ളപ്പോൾ വീണ്ടും ഒരു എക്സ്പാർട്ടി ആയി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഈ എക്സ്പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടി ഇല്ലാത്ത, പാർട്ടിക്ക് നോട്ടീസ് കിട്ടി പക്ഷെ ഹാജരായില്ല, അല്ലെങ്കിൽ ഹാജരായി പക്ഷെ പിന്നെ കണ്ടസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണല്ലോ പൊസിഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസരം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ് രണ്ടാമത് അത് വീണ്ടും വന്നപ്പോൾ ഇതാ വിധി വന്നിരിക്കുന്ന ഒരവസരത്തിൽ വീണ്ടും ചെന്ന് എന്റെ ഈ ഞാൻ ഹാജരാകാത്ത അത് ക്ഷമിക്കണം, അല്ലെങ്കിൽ അതൊന്ന് ഒഴിവാക്കി വീണ്ടും എന്നെ കേട്ട് തീരുമാനിക്കണം എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അത് ചെയ്യും എന്നെന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. അതാണ് വേറൊരു വലിയ പ്രശ്നം. ഒരിക്കലും എക്സ്പാർട്ടി മാറ്റി സെറ്റിസ്ഫൈഡ് ചെയ്തു, രണ്ടാമത് വീണ്ടും ചെയ്തില്ല എങ്കിൽ അതിനകത്ത് വീണ്ടും ആ വിധി അങ്ങ് മുറുകയില്ലേ? അത് കാരണം വിധിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു അപ്പീലേ ഉള്ളൂ. അപ്പീല് പോയാലുള്ള കുഴപ്പം കീഴ്ക്കോടതി വിധി ശരിയാണോ എന്ന് മാത്രമേ നോക്കാനുള്ള ബാധ്യതയുള്ളൂ. കീഴ്ക്കോടതി വിധി ശരിയാ, കാരണം ഹാജരായില്ല, മറ്റേ ആൾ സത്യവാങ്മൂലം കൊടുത്തു കാണും, അല്ലെങ്കിൽ മൊഴി കൊടുത്തു കാണും, തെളിവുണ്ട് എങ്കിൽ ആ തെളിവ് വെച്ചുകൊണ്ട് ഒരു വിധി വന്നതാണ് എങ്കിൽ, തെളിവെന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലമാണെങ്കിൽ തെളിവ് ആണ് എങ്കിൽ എന്ത് ഒരു അപ്പീൽ കോടതി ചെയ്യും എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇത്ര ലൈറ്റായിട്ട് കാണരുത് ആരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു അഴിമതി കേസാണ് വന്നിരിക്കുന്നത്. അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞത് കേട്ടു വെച്ചാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നെ വന്ന ഭീഷണിയും വളരെ വലിയ ഒരു കുറ്റകരമായിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ചാണ് വിരൽ ചൂണ്ടുന്നത്. അതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടായി കാണുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാണ് തെളിവ് വന്നിട്ടുള്ളത് എങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ, ദേശീയ തലത്തിൽ പോലും ഏറ്റവും വലിയ ആഘാതം ഉണ്ടാക്കില്ലേ എന്ന് തീർച്ചയായിട്ടും അവർ ചിന്തിക്കണം. വളരെ ലാഘവത്തോടെ ഇതിനെ കണ്ട് ഇതൊരു എക്സ്പാർട്ടി വിധിയല്ലേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒന്നും ആവുകയില്ല. ഒരു നിയമപരമായിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. വളരെ വേഗം എത്താം. അതിഥികൾ ദയവായി തുടരുക.